ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്ത ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ മൈദയും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ. എന്നാൽ ഇത് അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. നമുക്ക് നേരിട്ട് റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവയാണ്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഈ റവ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് ഞാൻ എടുക്കുന്നത് ഇതിനായിട്ട് മാങ്ങയാണ്. ഞാൻ ഒരു മാങ്ങ കട്ട് ചെയ്തത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്ത മാങ്ങ നമുക്ക് നമ്മുടെ റവയുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന എണ്ണ അതിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് പാല് ചേർത്തിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇനി ഈ മാവിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കട്ടിയായിട്ടുള്ള മാവ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/4 കപ്പ് പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ചൊഴിച്ച് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും പാല് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് അത്ര ലൂസായി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടീസാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ബാറ്റർ മാറ്റി കൊടുക്കാം. ഇതിവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ കേക്ക് ടിൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 5 ഇഞ്ചിൻ്റെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ടൈം എടുത്തു ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6-7 ഇഞ്ചിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ല എന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാമും കൂടെ മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതൊരു 180 ഡിഗ്രിയിൽ എനിക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് 55 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ വലിയ ടിന്നാണെങ്കിൽ ഇത്രയും ബേക്ക് ചെയ്യാൻ സമയം എടുക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് 5 ഇഞ്ചിൻ്റെ ടിന്നായതുകൊണ്ടായിരിക്കും ഒരു 55 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് കട്ട് ചെയ്തു. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ആവി പറക്കുന്നതൊക്കെ. പക്ഷെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.